നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രതിഭേ, എടി പ്രതിഭേ, ഒന്നീ വന്നേ. ഒന്നിടവിട്ട ദിവസം മഴയും, എന്നാ ചൂടിനാണെങ്കിലോ ഒരു കുറവുമില്ല. എന്താ അമ്മ? കുടിക്കാൻ എന്തേലും കൊണ്ടുവാ, തണുത്തത് വേണം. ചെല്ലേ. സോന എവിടെ പോയി? ഞാനിവിടെ ഉണ്ടമ്മ. മോളെ ഉറക്കായിരുന്നു. അല്ല, ഇന്ദ്രേട്ടൻ എവിടെ? നിങ്ങളുടെ സച്ചിസ്ഥാനം എടുത്ത് പോയിട്ട് എന്താ? അതൊക്കെ പറഞ്ഞു ഉറപ്പിച്ചടി. ഇന്ദ്രൻ ഇനി കുടുംബ കോടതിയിൽ ഒപ്പിട്ട് വരേണ്ട താമസമേ ഉള്ളൂ. അതിന്റെ പിറ്റേന്ന് അവന്റെ ഇന്ദുവിന് കല്യാണ നിശ്ചയം. അപ്പോ ശ്യാമേട്ടന് വേണ്ടി വാങ്ങിയ 15 ലക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും അല്ലേ? ഇനി 15 ലക്ഷത്തിനൊന്നും ഒരു വിലയും ഇല്ലടി. അതെ, സച്ചി സാറുണ്ടാക്കിയ സ്വത്തിന്റെ പകുതി ഇങ്ങോട്ട് വരാൻ പോവല്ലേ. അപ്പോ ഇന്ദ്രേട്ടനെല്ലാം സമ്മതിച്ചോ അമ്മേ? സമ്മതിച്ചെങ്കിൽ പിന്നെ ഇന്ദ്രേട്ടൻ എന്താ അമ്മയോടൊപ്പം വീട്ടിലേക്ക് വരാഞ്ഞേ? പറഞ്ഞു തരാം, നീ ഇങ്ങോട്ട് വാ. എടി, ഞങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് വരികയായിരുന്നു. അപ്പോഴാ വഴിയിൽ വെച്ച് നമ്മുടെ ആനന്ദമാഷിനെ കണ്ടത്. എന്നിട്ടെന്താ, ഞാൻ ഇന്ദ്രനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇറങ്ങിച്ചെന്ന് അങ്ങേരോട് കാര്യം പറഞ്ഞു. എന്ത് കാര്യം? സച്ചിസാറിന്റെ മകളുമായിട്ട് ഇന്ദ്രേട്ടനെ കല്യാണം നടത്താൻ പോവാന്ന് പറഞ്ഞു. പിന്നെ പറയാതെ നമ്മളെന്തിനാ സോനെ മറച്ചു വെക്കുന്നേ? ഇന്ന് തന്നെ മാഷിനോട് കാര്യം പറഞ്ഞാ ഡിവോഴ്സും വാങ്ങി വേഗം മോളെയും കൂട്ടി ഈ നാട്ടിൽ തന്നെ പോകാനുള്ള വഴി നോക്കിക്കോളൂ. എടീ, നീ ഇവിടെ ഇരിക്ക്. സത്യം പറഞ്ഞ ദൈവമായിട്ട് ആ മാഷിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. പക്ഷേ ഇന്ദ്രൻ അത് പിടിച്ചില്ല. അതുകൊണ്ട് അവൻ വഴിയിൽ എന്നെ ഇറക്കി വിട്ടിട്ട് പോയി. അമ്മായിയമ്മയുടെ മനസ്സറിഞ്ഞ മരുമോൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്തല്ലോ. മധുരം കുറയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് അമ്മയൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലേ? പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം. അതെ, ഡോക്ടർമാര് പറയുന്ന പോലെ ജീവിച്ചാലേ മനുഷ്യൻ ആശ തീരാതെ മരിക്കും സോനെ. എടി അവിടെ നിക്ക്. അതെ, ഈ വീട്ടിലെ ഇനി ചില അഴിച്ചുപണികളൊക്കെ നടത്തേണ്ടി വരും. പണ്ട് ഇന്ദ്രൻ ഉപയോഗിച്ചിരുന്ന മുറിയാ ഇപ്പൊ നീ സത്തിനും ഉപയോഗിക്കുന്നേ. ഈ മുറിയില്ലേ, ഇവിടെ നിനി നിങ്ങൾ മാറേണ്ടി വരും. പിന്നെ സത്തിനെ കല്യാണത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ചെറിയൊരു മുറിയുണ്ട്, അത് മതി ഇനി നിങ്ങക്ക്. ഇന്ദ്രന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നതേ ഒരു സാധാരണക്കാരിയൊന്നും അല്ല. ബംഗ്ലാവ് പോലത്തെ വീട്ടിൽ കഴിയുന്ന ഹിന്ദുവാ. അവക്ക് വേണ്ടി ഇവിടെ പല മാറ്റങ്ങളും ഞാൻ കൊണ്ടുവരാൻ പോവാ. ദേ, അതിന്റെ കൂടെ നിന്നോണം. അല്ലാതെ ഓടക്കൊണ്ടാക്കാൻ നോക്കിയ നീയേ നിന്റെ സ്വന്തം വീട്ടിൽ പോയിരിക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മേ, ഇതൊക്കെ എന്തിനാ അമ്മ പ്രതിഭയോട് പറയുന്നേ? സത്യേട്ടൻ മുറി ഒഴിഞ്ഞാ പ്രതിഭ സത്യേട്ടൻ കിടക്കുന്ന മുറിയിലേക്ക് മാറിയല്ലേ പറ്റൂ. അല്ല, ഞാനൊരു സൂചന ഇവക്ക് കൊടുത്തന്നേ ഉള്ളൂ. വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സോനെ. നമുക്കേ ഇവിടെ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട്. പിടിച്ചില്ല. അതെ അമ്മേ, ഇന്ദ്രേട്ടൻ ഇന്ദുവിനെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാലേ പ്രതിഭ വീട്ടിൽ നിൽക്കില്ലെന്നാ പറയുന്നത്. മിക്കവാറും അവള് സത്യേട്ടനും കുട്ടികളുടെ വീട്ടിലേക്ക് തന്നെ പോകും. പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ സോനെ. ഒരു മുറി ഒഴിഞ്ഞു കിട്ടിയാ അത്രയോ ആയില്ലേ. ബാക്കിയുള്ളവർക്കൂടെ സുഖമായിട്ട് കഴിഞ്ഞൂടെ. നീയേ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. ഞാൻ ഇതൊന്ന് മാറിയിട്ട് വരാം. ആ പേനയും കള്ളാസൊക്കെ എടുത്തു വെക്ക്. അവസാനം സത്യം പറഞ്ഞതുപോലെ തന്നെയായി കാര്യങ്ങളൊക്കെ. ഇന്ദ്രേട്ടനും സച്ചിസാറിന്റെ കുടുംബവും തമ്മിൽ ഒരു ധാരണയിലെത്തിയെന്നാ സോന പറഞ്ഞത്. അവളോട് അമ്മയാ പറഞ്ഞത്. ഇന്ദ്രേട്ടൻ കോടതിയിൽ ഒപ്പിട്ട് കൊടുക്കാതെ ഒരു ധാരണയിലും എത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ.
ഇത് അമ്മയുണ്ടാക്കിയ ധാരണയായിരിക്കും. ആരുണ്ടാക്കിയ ധാരണയായാലും നമ്മൾ അതിന് നിന്നു കൊടുക്കുന്നതാ സത്യേട്ട നല്ലത്. നമ്മൾ എതിർക്കും തോറും അമ്മയ്ക്ക് വാശി കൂടെയുള്ളൂ. ഇനി എത്ര വാശി കൂടിയാലും ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ലല്ലോ. ചെയ്യാനൊക്കെ ഉണ്ട്. അമ്മേനെ ചെയ്യാൻ പോകുന്നത് നമ്മളൊടക്കിയ. ശ്യാമേട്ടന് എത്ര കിട്ടിയാലും പഠിക്കില്ലേ? ദേ സത്യേട്ട, സത്യേട്ടൻ അമ്മയ്ക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ശ്യാമേട്ടനെ ഉൾപ്പെടുത്തരുത്. ആ 15 ലക്ഷത്തിന്റെ ബാധ്യത കാരണം ഞങ്ങളിപ്പോ അകത്ത് നിൽക്കാനും പുറത്തു നിൽക്കാനും പറ്റാത്ത അവസ്ഥയില. അതൊക്കെ അമ്മയുടെ ഭീഷണി മാത്രമാണ് സോനെ. ശ്യാമിന്റെ കടം വീട്ടേണ്ടത് ഇന്ദിരേട്ടനാ, അല്ലാതെ അമ്മയൊന്നും അല്ല. ഇനി ഭീഷണിപ്പെടുത്താൻ വരുമ്പോ അമ്മയോട് നീ അങ്ങനെ പറഞ്ഞാൽ മതി. എന്നെ ആ കേസിൽ നിന്ന് രക്ഷിച്ചതേ ഇന്ദിരേട്ടനാണെന്ന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാ ഇന്ദിരേട്ടനെ അനുപമിച്ച ചേച്ചി വീണ്ടും ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പേര് അത്യാഗ്രഹം എന്നാ. ശ്യാമേട്ടൻ വിചാരിച്ചാലൊന്നും അനുവെടുത്തി തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. ഇന്ദിരേട്ടന്റെ ഇന്ദുവിന്റെ കല്യാണം തീരുമാനിച്ച കാര്യം അമ്മ അനന്തമാഷോട് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായാലും മാഷ് മകൾ ഇന്ദിരേട്ടന്റെ കൂടെ അയക്കില്ലെന്ന കാര്യം ഉറപ്പാ. നിങ്ങൾക്ക് ചിലപ്പോ ഇന്ദുവിന്റെ ഇന്ദിരേട്ടനെ കല്യാണം മുടക്കാൻ പറ്റുമായിരിക്കും. പകരം അനുവേട്ടത്തിയെ ഇന്ദിരേട്ടന്റെ അടുത്ത് എത്തിക്കാൻ ഒരിക്കലും പറ്റില്ല. അവസാനം പിടിച്ചതുമില്ല പറന്നതുമില്ല എന്നുള്ള അവസ്ഥയിലാവും ഇന്ദിരേട്ടൻ. നമുക്ക് അവസാനമായിട്ടൊന്ന് അനുചേച്ചിയോട് സംസാരിച്ചാലോ സത്യ? അവരല്ലേ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഏട്ടത്തിയോട് നമുക്ക് സംസാരിക്കാം ശ്യാം. അതിനാദ്യം ഏട്ടൻ സമ്മതിക്കണം. ഏട്ടൻ എടുത്ത് ആവശ്യമുണ്ടെങ്കിലല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതെ, വീണ്ടും ഗൂഢാലോചന നടത്തി ഇന്ദ്രനെ അനുപമയെ ഒന്നിപ്പിക്കാൻ നോക്കുവാണല്ലേ? ദേ, നടക്കുന്ന കാര്യം വലുതും ആലോചിക്കും മക്കളെ. ഇന്ദ്രനെ എന്റെ ചോരയാ, എന്റെ ഗുണങ്ങളാ അവന് കിട്ടിയിരിക്കുന്നതും. നീ നിന്റെ അച്ഛനെ പോലെയാ, ഒരിക്കലും എവിടെയും കാലുറപ്പിച്ച് നിൽക്കൂല. നിനക്ക് പറ്റൂല. സോനയ്ക്ക് അമ്മയുടെ ചില ഗുണങ്ങളും അച്ഛന് കുറെ ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഗുണങ്ങൾ പുറത്തെടുത്താ നിനക്ക് കൊള്ളാം. ദേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ. സച്ചി സാറിന്റെ മകളെന്നല്ല ഒരു പെണ്ണിനെയും ഇന്ദ്രൻ ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലും അനുപമയെ ജീവിതത്തിൽ ഒരിക്കലും അവന് തിരിച്ചു കിട്ടില്ല. ചിലപ്പോ ഞാൻ മരിച്ചാലെങ്കിലും അവർ ഒന്നാവുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടാവും. എന്നാലേ അത് ഞാൻ തടയും. എങ്ങനാണെന്ന് അറിയോ നിങ്ങക്ക്?